ഇന്നത്തെ കാലത്ത് റിലേഷൻഷിപ്പിനെക്കാളും ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഈ മാട്രിമോണി സൈറ്റിൽ നിന്ന് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട് തോന്നുന്നു. ഞാൻ 1-2 എക്സാമ്പിൾ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് റീസെൻ്റ്ലി ഒരു പയ്യനുമായിട്ട് ഇങ്ങനെ എൻഗേജ്മെൻറ്റ് വരെ എത്തുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് പുള്ളി ഓൾസോ അതിൽ അത്ര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. രണ്ടുപേരും ഇനി അടുത്തത് വീട്ടുകാരുമായിട്ട് സംസാരിക്കാം എന്ന് പറഞ്ഞ് തീരുമാനിച്ച് ആ ഒരു ലെവൽ വരെ എത്തിയതിന് ശേഷം ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ട് പുള്ളി വന്ന് പറയുകയാണ്, എൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു കേട്ടോ വേറൊരാളുമായിട്ട്. ബ്രോ, വാട്ട് ഈസ് ദിസ്? ആൻഡ് വേറൊരു കാര്യം, ഇനി അടുത്ത എക്സ്പീരിയൻസ് പറയാം. ഇതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട്, ആ പയ്യന് ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിരുന്നു ഈ പ്രപ്പോസൽ. എൻ്റെ ഫ്രണ്ടിൻ്റെ പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ ഉടനെ തന്നെ നമ്പർ വാങ്ങിച്ച് സംസാരിക്കലും എനിക്ക് താൻ തന്നെ മതി എന്നുള്ളൊരു അപ്രോച്ചിലായിരുന്നു. ആൻഡ് പയ്യൻ്റെ വീട്ടുകാരെ വീട്ടിലേക്ക് അയക്കുക, പെണ്ണിൻ്റെ വീട്ടുകാരെ പയ്യൻ്റെ വീട്ടിൽ പോയി കാണുമെന്നൊക്കെ ആയിരുന്നു. യു നോ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? ഡേറ്റ് എടുക്കാം കല്യാണത്തിന് എന്ന് തീരുമാനിക്കുമ്പോൾ ഹീ സ്റ്റാർട്ടഡ് ഗോസ്റ്റിംഗ്. എനിക്കിപ്പോൾ പറ്റില്ല, ഇതാണോ കല്യാണം, ഇങ്ങനെയൊക്കെയാണോ ധൃതി വെക്കേണ്ട കാര്യമുണ്ടോ? ബ്രോ, ഇത്രയൊക്കെ തനിക്ക് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് കല്യാണം, അതിലേക്ക് നിന്നൂടെ? ആൻഡ് ഇതിനേക്കാളും വലിയൊരു എക്സ്പീരിയൻസ് അതാണ് കേൾക്കേണ്ടത്. ആൻഡ് ഇതുപോലൊരു ഫ്രണ്ടും ഒരു അലയൻസ് വന്നപ്പോൾ ആ പയ്യനോട് സംസാരിക്കുകയായിരുന്നു. താങ്ക്ഫുള്ളി ഷീ ആസ്ക്ഡ് പാസ്റ്റ് റിലേഷൻഷിപ്പ് എന്തെങ്കിലും ഉണ്ടോയെന്ന്. ആൻഡ് ഈ ചെല്ലെ എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ആ റിലേഷൻഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് സൈൻ ഇട്ടു. എവിടെ? രജിസ്റ്റർ മാരേജിൽ ചെറുതായിട്ടൊന്ന് സൈൻ ചെയ്തു. അതിൻ്റെ കൂടുതൽ ആ ബന്ധം പോയതൊന്നുമില്ല. ഇത്രയും ട്രോമാറ്റിക് എക്സ്പീരിയൻസ് പെൺകുട്ടികൾക്ക് മാത്രമാണോ? അത് ആൺപിള്ളേർക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ.